399 രൂപ കൊടുത്ത് എന്താണ് ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ കാണുന്നേ? സെക്ഷുവലി അവർ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് കാണിക്കുന്നതല്ല. ഇനി അങ്ങോട്ട് വീഡിയോ ഒക്കെ പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് അങ്ങ് ചെയ്യത്തേ ഉള്ളൂ. സെൻസേഷൻ ആയതിന് ശേഷമാണ് ആ പഴയ പോസ്റ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇപ്പം ഇത്രയും വലിയൊരു വിഷയമാക്കി മാറ്റിയത്. അപ്പം അങ്ങനെ എനിക്കെതിരെ ഒരാൾ അങ്ങനെ ആ ഒരു വീഡിയോയുടെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫോട്ടോ വീഡിയോസ് ഒക്കെ ചെയ്യുന്നവർക്ക് അതവിടെ ബാൻ ചെയ്യും. പക്ഷെ ആരും അതിനെതിരെ കേസ് കൊടുക്കാൻ പോകുന്നില്ല. പക്ഷെ അത് ആർമീനെ ഒരു മാതിരി നാണം കെടുത്ത് കണക്കായി പോയി എന്നുള്ളൊരു തോന്നൽ വന്നില്ലേ? അതായത് ഇപ്പം ഞാൻ പലർക്കെതിരെയും ഡിഫമേഷന് കേസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പം നമ്മൾ 3-4 മാസം മുന്നേ ഒരു വലിയൊരു കേസ് കേരളത്തിൽ നടന്നായിരുന്നു. അതായത് ഒരു പുരുഷന് എതിരെ ഒരു സ്ത്രീ, ആ പുരുഷൻ മിസ്ബിഹേവ് ചെയ്തു, ബസ്സിൽ വെച്ചിട്ട് മിസ്ബിഹേവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തു പബ്ലിക്കലി. അന്ന് ഈ കേരള സമൂഹം മുഴുവൻ ആ സ്ത്രീയെ കുറ്റപ്പെടുത്തി. അതായത് ഒരുപാട് ഡ്രാമ നടക്കാറുണ്ട്. അത് കുറച്ചൊക്കെ അവർ തന്നെ എടുത്തിടുന്നതാണെന്ന് പറയാം. പക്ഷെ നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള ഡ്രാമ ഉണ്ടല്ലോ, അത് ഇത്തിരി ഹോട്ടാകാം, കുറച്ച് സ്പൈസി ആകാം, ചിലപ്പോൾ കുറച്ച് ഫണ്ണാകാം. എന്നാൽ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഡ്രാമ അല്ലെങ്കിൽ ട്രോള്, റോസ്റ്റ് ഈ രീതിയിൽ ഇപ്പോൾ നിലവിൽ കേരളം കത്തിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ഈ വ്യക്തി നമ്മുടെ ബിഗ് ബോസിലേക്ക് വന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് ചോദിക്കാം. ഏതായാലും ബിഗ് ബോസിലേക്ക് വരുന്നുണ്ടെന്നുള്ള കുറച്ച് റൂമേഴ്സൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. കാരണം ഹിറ്റായി കഴിഞ്ഞാൽ ബിഗ് ബോസിലേക്ക് ആണല്ലോ. അപ്പോൾ ബിഗ് ബോസിലേക്ക് ഉണ്ടോ എന്ന് ചോദിക്കാം. വേറെ ആരുമല്ല, പർപ്പിൾ അശ്വനി എ. വെൽക്കം അശ്വനി. താങ്ക് യു. അപ്പോൾ അളിയാ, നമ്മൾ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ദേ ഇവിടെ. സത്യത്തിൽ ഞങ്ങൾ തമ്മിലൊരു സീക്രട്ട് ഉണ്ട്. ഞങ്ങൾ +1 +2 ഒന്നിച്ച് പഠിച്ച സുഹൃത്തുക്കളാണ് ഗൈസ്. അപ്പോൾ ശരിക്കും എനിക്ക് നിന്നെ യൂണിഫോം ഇട്ട് നല്ല ആ ഒരു ഓർമ്മയുണ്ട്. ആ ടൈമിൽ നീ നല്ല കോൺട്രവേഴ്സി ചെയ്യുന്നു. അന്ന് സോഷ്യൽ മീഡിയ ഇല്ലെന്നേ ഉള്ളൂ. ആ ഒരു 2013-12 അയ്യോ ഓക്കെ ഓ വയസ്സൊന്നും അറിയരുത്. ഇത് കട്ട് ചെയ്യരുത് കേട്ടോ, ഇത് കട്ട് ചെയ്യരുത്. വയസ്സറിയാതിരിക്കാനുള്ള വയസ്സറിയാൻ ഒരുപാട് പേര് നടക്കുന്നുണ്ട്. ഓക്കെ, ഏതായാലും ശരി. ഒരു കാലത്ത് ഞങ്ങൾ +1 +2 പഠിച്ചു. നമ്മൾ ഒന്നിച്ച് പഠിച്ച ആ ഒരു സമയത്ത് ഒരു യൂണിഫോം ഒക്കെ ഇട്ട് വരുന്ന അശ്വനിനെയാണ് എനിക്ക് ഓർമ്മയുള്ളത്. അതിനുശേഷം നമ്മൾ കോണ്ടാക്ട്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും നേരിട്ട് കാണുന്നത് ഈ ഒരു വേദിയിലാണ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. കാര്യം എന്നെ ആദ്യമായിട്ട് ഇന്റർവ്യൂ ചെയ്യുന്ന വ്യക്തി എൻ്റെ കൂടെ പഠിച്ച്, അതും ഒരു സ്ത്രീ ആയതിൽ, അതും തുടക്കക്കാരിയാണ്, ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് നിങ്ങളും കൊടുക്കണം. അപ്പോൾ അതിലെനിക്ക് അഭിമാനമുണ്ട്. ഈ പർപ്പിൾ ഹാൽസിയോൺ എന്ത് അങ്ങനെ തന്നെയാണോ പറയുന്നേ? അതെ, ഹാൽസിയോൺ. പർപ്പിൾ ഹാൽസിയോൺ എന്താണ്? അവിടെ എന്താണ് സംഭവം? ഈ പേരൊക്കെ എങ്ങനെ വന്ന്? പർപ്പിൾ എന്നുള്ളത് പർപ്പിൾ ഞാൻ കൊടുക്കണമെന്ന് വിചാരിച്ചൊരു സംഭവമാണ്. പർപ്പിൾ വെച്ചിട്ടൊരു നെയിം കൊടുക്കണമെന്ന്. പക്ഷേ പർപ്പിൾ വരുമ്പം കുറേ #ടാഗ് ഒക്കെ വരുന്നത് കാരണം ഞാൻ അതിൻ്റെ കൂടെ എന്തെങ്കിലും ചേർക്കാമെന്ന് വെച്ചിട്ട്, അപ്പോൾ ഹൽസിയോൺ നോക്കിയപ്പോൾ അതൊരു കിങ് ഫിഷറിൻ്റെ ഒരു വേറൊരു പേരായിട്ടാണ് എനിക്കിങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായി. അപ്പോൾ ഞാൻ ഇത് തന്നെ കൊടുത്തു. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് #ടാഗ് കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ പർപ്പിൾ എൻ്റെ പേഴ്സണൽ ലൈഫുമായിട്ട് കുറച്ച് റിലേറ്റഡ് ആണ്. ഒന്ന് ആ കാറ് പർപ്പിൾ സാൻഡ്രോ. പിന്നെ എൻ്റെ പേഴ്സണൽ ലൈഫ് ഒരു വ്യക്തിയുമായിട്ട് അത് റിലേറ്റഡ് ആണ്. എൻ്റെ ഒരു ഫേവറേറ്റ് വ്യക്തിയായിട്ട് ആ ഒരു പർപ്പിൾ റിലേറ്റഡ് ആയതുകൊണ്ട് ഞാനങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടും. ലവ് ഒക്കെ പറയട്ടെ. പ്രണയം ഉണ്ടോ? പ്രണയം ആർക്കാ ഇല്ലാതെ? എനിക്ക് പ്രണയം അന്നും ഇന്നും ഞാൻ മരിക്കുന്നത് വരെ എനിക്ക് പ്രണയം കാണും. മാധവിക്കുട്ടി ഞാൻ മാധവിക്കുട്ടിയുടെ ഒരു ഫാനാണ്. പേര് ഇങ്ങനെ, പക്ഷെ ഈ പേര് ഡിസൈഡ് ചെയ്തിട്ട് ഈ ഒരു കോണ്ടന്റ് ക്രിയേഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ വ്ളോഗിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് നിന്നെ നല്ല ഓർമ്മയുണ്ട്. നീ നല്ല അടിപൊളിയായിട്ട് പല സ്ഥലങ്ങളിലൊക്കെ പോയി വീഡിയോസ് ഒക്കെ ഇടുന്നതാണ് ആദ്യത്തെ ഞാൻ നിന്നെ കാണുന്നത്. നീ കുറച്ച് പോപ്പുലർ ആവാൻ തുടങ്ങിയപ്പോൾ ഞാൻ വീണ്ടും ചെക്ക് ചെയ്തപ്പോൾ തന്നെ 2 lakh എത്തിക്കഴിഞ്ഞു. അപ്പോഴാണ് ഈ പറയുന്ന കണക്ക് കോൺട്രവേഴ്സീസ് ഒക്കെ അന്നൊക്കെ പെട്ടെന്നാണ് സബ്സ്ക്രിപ്ഷൻ കൂടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ പേരൊക്കെ ഇട്ട് ഇങ്ങനൊരു അക്കൗണ്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഇങ്ങനൊരു റീച്ച് പ്രതീക്ഷിച്ച കാര്യമല്ല. അതായത് ഇപ്പോൾ ഈ സബ്സ്ക്രിപ്ഷനിലേക്ക് ഞാൻ പ്ലാൻഡായിട്ട് വന്നൊരു സംഭവമല്ല. ഇപ്പോൾ അത്യാവശ്യം റീച്ചുള്ള ഒരു അക്കൗണ്ടിൽ മോണിറ്റൈസേഷൻ വരും, അതിൻ്റെ ഫീച്ചർ മെറ്റ കൊടുക്കും. അപ്പോൾ ഞാനും ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചായയൊക്കെ കുടിച്ചുകൊണ്ട് ഒരു വൈകുന്നേരം ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നു, പ്രൊഫൈൽ മോണിറ്റൈസ്ഡ് ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അത് യൂസ് ചെയ്ത്
ഇപ്പം എല്ലാവർക്കും അത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പലരും പറയുന്ന സ്ത്രീകൾക്ക് മാത്രമേ ഇത് പറ്റൂ. എത്രയോ പുരുഷന്മാർക്കുണ്ട് 50-60 സബ്സ്ക്രൈബേഴ്സ്. ഇപ്പോൾ ഇത്രയും കൗണ്ട് ഇല്ലെങ്കിലും ഞാനും തുടങ്ങിയ സമയത്ത് 50-60 വരുന്നു, അല്ലാതെ ഒറ്റയടിക്ക് 30,000-ലേക്ക് വന്നതല്ല. തുടങ്ങിയപ്പോൾ ആദ്യം 1 സബ്സ്ക്രൈബറായിരുന്നു, പിന്നെ അത് 2 3 അപ്പോൾ അങ്ങനെയാണ്. അപ്പം ഈ പുരുഷന്മാർക്കും തുടങ്ങാം, അവർക്കും അതിൽ എന്താണോ നിങ്ങൾക്ക് കഴിവുള്ളത് ആ കഴിവ് നിങ്ങൾക്ക് അതിൽ ഇട്ട് നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ കൗണ്ട് ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ എനിക്ക് അങ്ങനെ വന്നൊരു ഫീച്ചർ ഞാനത് യൂസ് ചെയ്യേണ്ടുന്ന രീതിക്ക് യൂസ് ചെയ്ത് ഞാനത് ചെയ്ത്. ഇപ്പോൾ സ്ത്രീകളെ മാത്രം കുറ്റം പറഞ്ഞിട്ടാണല്ലോ ഇപ്പോൾ ഇങ്ങനെ ഈ സബ്സ്ക്രിപ്ഷൻ്റെ കേസിൽ ഒരുപാട് മീംസും ഫണ്ണും കോമഡിയൊക്കെ ഞാൻ കണ്ടു. ഇപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുരുഷന്മാർ, ഇപ്പം നമ്മുടെ ജിമ്മൻ ചേട്ടന്മാർ തന്നെ, ജിം റാറ്റ്സ് എന്ന് പറഞ്ഞ് നടക്കുന്ന നമ്മുടെ കേരളത്തിലെ ജിമ്മൻ ചേട്ടന്മാർ ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ അവർ ഷെട്ടിയിട്ട് വീഡിയോസ് ഫോട്ടോസ് ഇടുന്നില്ലേ, അവരുടെ മസിൽ അവരുടെ ചെസ്റ്റ് കാണിക്കുന്നില്ലേ, അവർ തൈസ് കാണിക്കുന്നില്ലേ. അപ്പോൾ അങ്ങനെ നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്ന ജിമ്മന്മാരുണ്ട്. അപ്പോൾ അതും ചർച്ച ചെയ്യണം. ഇത് മാത്രമല്ല ചർച്ച ചെയ്യേണ്ടത്, അല്ലേ? സ്ത്രീകളെ മാത്രം നിങ്ങൾ അങ്ങനെ സ്ത്രീ ശരീരത്തിലെ ഒരു പ്രോഡക്റ്റ് ആക്കിയാണ് അത്. നമ്മളൊന്നും അല്ല, കാലാകാലങ്ങളായിട്ട് ഈ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിൽ അങ്ങനെയുണ്ട്. അപ്പോൾ നമ്മളത് ഡയറക്ട്ലി ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് ആയിട്ട് കാണുന്നുണ്ടോ? ഞാനോ? അതായത് ഇപ്പം നമ്മളിപ്പോൾ ഞാൻ ഫിറ്റ്നസ് ഒക്കെ നോക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ഫിറ്റ്നസ്സിൻ്റെ ഒരു പ്രോട്ടീൻ പൗഡർ നമുക്ക് സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ അവർ ചെയ്യുന്നത്? അതിപ്പോൾ ലേഡീസിനെ ആണെങ്കിലും ജെൻസിനെ ആണെങ്കിലും അവരുടെ ബോഡി പ്രദർശിപ്പിച്ചുകൊണ്ടാണ് അവർ അത് സെല്ല് ചെയ്യുന്നത്. അതങ്ങനെ ചെയ്യുന്നത് കൊണ്ടൊരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ ഇന്നർ വെയേഴ്സ് അത് സെല്ല് ചെയ്യുന്നത് എങ്ങനെയാണ് മാർക്കറ്റിൽ? അല്ലാതെ ഒരു ചുരിദാർ എടുത്തിട്ടിട്ട് വന്നിട്ട് ഇന്നർ വെയേഴ്സ് നമുക്ക് മാർക്കറ്റിൽ സെല്ല് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതങ്ങനെയാണ്. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. അല്ലാതെ അതിനെ സെക്ഷുവലൈസ് ചെയ്ത് കാണുന്ന നിങ്ങളുടെ മനസ്സാണ് പ്രശ്നം. ഈ ഭംഗി എന്ന് പറയുന്നതേ, ഇപ്പം ശാരീരിക സൗന്ദര്യം എന്ന് പറയുന്നത് അത് മെലിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഒരു ജിമ്മായിട്ടൊരു ഫിസിക്ക് വേണം, അങ്ങനെയൊന്നുമില്ല. ഒരാളുടെ കോൺഫിഡൻസ് ആണ്, അവരുടെ ശരീരം അവർക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ആണ് വേണ്ടുന്നത്. ചിലപ്പോൾ ചിലർ നല്ല വണ്ണമുള്ളവർ കാണും, പക്ഷെ അവർ എക്സ്പോസ് ചെയ്യുന്നുണ്ടായിരിക്കും, അതവരുടെ കോൺഫിഡൻസ് ആണ്. അല്ലാതെ അവർക്ക് മറ്റേ എന്തോ സെക്ഷുവലി അവർ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് കാണിക്കുന്നതല്ല. അവരത് കോൺഫിഡൻസ് ഉണ്ടായതുകൊണ്ടാണ് അവരുടെ ശരീരം അവർ ഇപ്പം വണ്ണം ഉണ്ടെങ്കിൽ പോലും അവർ ബിക്കിനി ഇട്ട് അവർക്ക് നടക്കാൻ അവർക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവർ നടക്കട്ടെ. അതവരുടെ പേഴ്സണൽ ചോയ്സാണ്, അതിനെ നമ്മൾ മാനിക്കണം. ഓരോ വ്യക്തികൾക്കും അവർക്ക് പേഴ്സണൽ ചോയ്സ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പെട്ടെന്നൊരു ദിവസം നല്ല വൈറലായിട്ടൊക്കെ ഇങ്ങനെ തിളങ്ങിയൊക്കെ നിൽക്കുന്നു, അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ കയറി കേസ് കൊടുത്തു, ഡിഫമേഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചങ്കൂറ്റത്തോടെ ആ ഒരു ബോൾഡായിട്ട് ആദ്യമായിട്ട് നമ്മുടെ പർപ്പിളിൻ്റെ വോയിസ് കേട്ട ഒരു ദിവസം ഉണ്ടായിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് അതിൻ്റെ കൂടെ തന്നെ എന്നാൽ ആ ട്രാപ്പിന് ശേഷം അടുത്തൊരു ട്രാപ്പ് അശ്വിനിക്ക് കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണോ ആ ഒരു ആർമിയുടെ ഒരു റീലിട്ട്, അത് സ്വാഭാവികമായിട്ട് ഒരുപാട് പേര് അത്തരത്തിലുള്ള റീൽസൊക്കെ ഇടാറുണ്ട്. പക്ഷെ അത് അശ്വിനിക്കാണ് ഇത്ര പാരയാവുമെന്ന് കരുതിയോ? അത് എന്തെങ്കിലും സീരിയസ് കേസ് ഉണ്ടോ? കാരണം വെച്ചാൽ ഒരുപാട് ഫേസ്ബുക്കിലൊക്കെ നമ്മൾ കണ്ടു, ഇനി അങ്ങോട്ട് വീഡിയോ ഒക്കെ പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് അങ്ങ് ചെയ്യത്തേ ഉള്ളൂ എന്ന്. എന്തെങ്കിലും സത്യമുണ്ടോ? അതായത് ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് അത് ഒരുപാട് നാൾ മുന്നേ ഇട്ടൊരു പോസ്റ്റാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സെൻസേഷൻ ആയതിന് ശേഷമാണ് ആ പഴയ പോസ്റ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇപ്പോൾ ഇത്രയും വലിയൊരു വിഷയമാക്കി മാറ്റിയത്. അപ്പോൾ അതിൻ്റെ അതാ വീഡിയോ ചെയ്തതിൻ്റെ ലീഗൽ സൈഡ് പറയാനാണെന്നുണ്ടെങ്കിൽ ഞാൻ പോലീസോ അല്ലെങ്കിൽ നിയമം പഠിച്ച ഒരാളൊന്നുമല്ല. ഈ വന്നിരുന്ന് റോസ്റ്റിംഗ് ചെയ്യുകയും ക്രിട്ടിസൈസ് ചെയ്ത് വീഡിയോ ചെയ്ത ആൾക്കാരും നിയമം പഠിച്ചൊരു വ്യക്തികളൊന്നും അല്ല അതിനെപ്പറ്റി അത്ര ഡീപ്പായിട്ട് പറയാനായിട്ട്. ഇപ്പം അങ്ങനെ എനിക്കെതിരെ ഒരാൾ അങ്ങനെ ആ ഒരു വീഡിയോയുടെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായിട്ട് അങ്ങനെ പോവും. പക്ഷേ അതിനെ വളച്ചൊടിച്ച് അലിഗേഷൻസ് പറഞ്ഞുണ്ടായിരുന്നു, ഇന്ന് ജയിലിൽ അല്ലെങ്കിൽ നാളെ ജയിലിൽ പോവും, അല്ലെങ്കിൽ നാളെ മുതൽ ജയിലിലിരുന്നായിരിക്കും വീഡിയോ ചെയ്യുന്നത്, ഇങ്ങനെ കുറച്ച് ആൾക്കാർ. ഇപ്പോൾ അലിഗേഷൻസ് നമുക്ക് ആരെ പറ്റി വേണമെങ്കിലും പറഞ്ഞുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ആൾക്കാർ പറഞ്ഞുണ്ടാക്കി വീഡിയോ ചെയ്യുകയാണ്, അതിന് നല്ല മാർക്കറ്റിങ്ങും ഉണ്ട്. അപ്പോൾ അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ രാഷ്ട്രപതി ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാഷ്ട്രപതിക്കെതിരെ വരെ അലിഗേഷൻസ് പറഞ്ഞുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്.
അതിലൊരു സത്യാവസ്ഥയില്ല, അതൊരു ഫേക്ക് ന്യൂസ് മാത്രമാണ്. ന്യൂസ് ഒന്ന് ഓർമ്മിപ്പിക്കാം, കാരണം എക്സ്ക്ലൂസീവ് അല്ലെങ്കിൽ ഹോട്ട് വീഡിയോസ് ഒക്കെ ചെയ്യുന്നവർക്ക് അതവിടെ ബാൻ ചെയ്യും, അവരുടെ അക്കൗണ്ടൊക്കെ അങ്ങ് ബാൻ ചെയ്യും, റിമൂവ് ചെയ്യും എന്നൊക്കെ ഉണ്ട്. അത് കണ്ട് കുറേ പേര് ആശ്വസിക്കുന്നുണ്ട്, അത് കണ്ട് അയ്യോ അങ്ങനൊന്നും ചെയ്യല്ലേ ആകെ കിട്ടിയതാണ് എന്ന് പറയുന്നവരും ഉണ്ട്. അപ്പോൾ അത് ഫേക്കാണ്. അതെ അതെ, രാഷ്ട്രപതി അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു എന്നുള്ളത് ഫേക്കാണ്. അതും നമ്മുടെ രാഷ്ട്രപതിയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടാണ് ഇവർ ഈ പോസ്റ്റേഴ്സ് അടിച്ചിറക്കുന്നത്. അപ്പോൾ അത്രയും ഒരു ധൈര്യമാണ് ഇവർക്ക്, എന്തോ എനിക്കറിയത്തില്ല. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു വിഷയം ശരിക്കും പറഞ്ഞാൽ ആർമിയിലെ ഒരു ഉദ്യോഗസ്ഥൻ്റെ തന്നെ ID കാർഡ് കാണിച്ച് ആ ടോളിൽ നിന്ന് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടോ? ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം നമ്മൾ സിനിമയിൽ പല കാര്യങ്ങളും കാണുന്നുണ്ട്. നായകൻ വില്ലനെ വെട്ടിക്കൊല്ലുന്നു, അതുപോലെ ആൽക്കഹോൾ കൺസ്യൂമിങ്. അപ്പോൾ ഒക്കെ അവരെന്താ ചെയ്യുന്നത്, അവരൊരു ഡിസ്ക്ലൈമർ വെക്കും. ആരും അതിനെതിരെ കേസ് കൊടുക്കാൻ, ഇപ്പോൾ ഇല്ലീഗലാണല്ലോ ഒരാളെ കൊല്ലുക എന്നൊക്കെ പറയുന്നത്, പക്ഷേ ആരും അതിനെതിരെ കേസ് കൊടുക്കാൻ പോകുന്നില്ല. അപ്പോൾ നമ്മളും ഇപ്പോൾ ഒരു റീല് ചെയ്യുമ്പോൾ അതൊരു ആക്ട് മാത്രമാണ്. ആ വീഡിയോയുടെ പിന്നിൽ അതൊരു പ്ലാൻ ചെയ്ത് എടുക്കുന്നൊരു വീഡിയോ, അല്ലാതെ അത് ലൈവല്ല. അപ്പോൾ അതിൻ്റെ പിന്നിലൊരു സ്റ്റോറി കാണും അല്ലേ? അല്ലാതെ ഇപ്പം ഞാനിപ്പം ആർമി കാർഡ് കാണിച്ചാണ് ടോള് പാസ് ചെയ്തതെന്നോ അല്ലെങ്കിൽ എൻ്റെ കൂടെ ആർമിക്കാരൻ ഉണ്ടായിരുന്നെന്നോ ഒന്നും ഞാൻ അതിൽ പറയുന്നില്ല. അത് ജസ്റ്റ് അതിന് താഴെ ഞാൻ ഇറ്റ്സ് ജസ്റ്റ് എ ഫൺ റീൽ എന്ന് ഡിസ്ക്ലെയിമർ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ആണ് ആൾക്കാർ അതെടുത്തിട്ട് ഒരു സെൻസേഷനാക്കി മാറ്റിയത്. അത് വളച്ചൊടിക്കലാണ്. പക്ഷേ അത് ആർമീനെ ഒരു മാതിരി നാണം കെടുത്ത കണക്കായി പോയി എന്നുള്ളൊരു തോന്നൽ വന്നില്ലേ? അതായത് ഇപ്പം ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു അപ്പോളജൈസ് ചെയ്യുന്നതിനൊന്നും എനിക്കൊരു മടിയുള്ള ഒരാളല്ല. ഒരു മിസ്റ്റേക്ക് സംഭവിച്ചത് മിസ്റ്റേക്കായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. മിസ്യൂസ് അല്ല, ഇത് ഒരു ഫണ്ണെന്നും നമുക്കതിനെ പറയാൻ പറ്റത്തില്ല. പക്ഷേ ജസ്റ്റ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുത്തു, ഓക്കെ. പക്ഷേ ആരെയും ഒരു അവയർനെസ് പോലെ ഒരു എന്തെങ്കിലും അത് ഞാൻ കൊടുത്താൽ മതിയായിരുന്നു. അതായത് ഇപ്പോൾ പഴയ പോലെ അല്ലല്ലോ. പണ്ട് ഞാനിപ്പോൾ ഒരു റീല് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണുന്നത് ചിലപ്പോൾ 1000 2000 ആൾക്കാരായിരിക്കും. പക്ഷേ ഇപ്പം മില്യൺസ് ഓഫ് ആൾക്കാരത് കാണുമ്പോൾ നമ്മൾ ഓരോ ചെയ്യുന്ന കാര്യങ്ങളിലും കുറച്ച് ശ്രദ്ധയായിട്ട്, ഇപ്പം ഞാൻ ചെയ്യുന്നൊരു പ്രവൃത്തി നാളെ അത് വേറൊരാൾക്ക് ഇൻഫ്ലുവൻസിങ് ആവാം അല്ലേ? അപ്പോൾ നാളെ അതുപോലെ വേറൊരാൾ പോയി ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാനത് ഡിലീറ്റ് ചെയ്തു. ഒരു കാര്യം തെറ്റാണെന്ന് തോന്നിയാൽ അത് അപ്പോളജൈസ് ചെയ്യാനും അത് മിസ്റ്റേക്കാണെന്ന് അക്സെപ്റ്റ് ചെയ്യാനും മനസ്സുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാനത് ഡിലീറ്റ് ചെയ്ത് ഞാൻ ഒരു സ്റ്റോറി ഇട്ടത്. ഇത് ചെയ്തത് തെറ്റാണ്, അത് ശരിയല്ല. കാര്യം ഒരുപാട് ആൾക്കാർ കാണുന്നത്, അപ്പോൾ അത് എന്നെ പിന്തുടർന്ന് ആരും പോകണ്ടെന്ന് എനിക്ക് തോന്നി. അങ്ങനെ. അപ്പം പോലീസ് കേസിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും അങ്ങനെ ഒരു കേസ് ഉണ്ടെങ്കിൽ ആ കേസ് വരുമ്പോൾ അത് ആ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് അല്ലെങ്കിൽ ആ ഒരു അതോറിറ്റിയോട് ഞാൻ പറഞ്ഞാൽ മതി. അല്ലാതെ അതൊരു ഇൻ്റർവ്യൂവിൽ വന്ന് പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പെട്ടെന്നൊരു ദിവസം ഡിഫമേഷൻ എന്നൊക്കെ പറഞ്ഞ് വോയിസ് റൈസ് ചെയ്തിട്ട് ഇത്രയൊക്കെ ശബ്ദം അശ്വിനിക്ക് ഉണ്ടോ? ഈ ഒരു വീഡിയോസിൽ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ അശ്വിനിയെ. അപ്പം ശബ്ദമൊക്കെ കേട്ട് ഇത് ഒറിജിനലാണ്, ഒന്നും അല്ല എന്ന് മനസ്സിലായതും പിന്നെ ആൾ അത്ര ചില്ലറക്കാരിയല്ല, കാണുന്ന എല്ലാവരെയും വെച്ച് തമ്പും വീഡിയോയും ചെയ്യുന്നതൊക്കെ എന്നെ വെച്ച് ചെയ്യണ്ട എന്ന് പറയുന്ന ഒരു ധ്വനിയും കൂടെ ആ ഒരു സംഭവത്തിലുണ്ടായിരുന്നു. അതെന്തായിരുന്നു ആ സംഭവം? എങ്ങനെയാണ് ഇത്രയും പ്രൊവോക്ഡ് ആയത്? അല്ല, അതിന് മുന്നേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിയാണ്, എൻ്റെ വോയിസോ അല്ലെങ്കിൽ അതൊന്നും ആരും അങ്ങനെ ഞാൻ സംസാരിച്ചിട്ടില്ല സോഷ്യൽ മീഡിയയിൽ എൻ്റെ പ്രൊഫൈലിൽ. കാര്യം ഞാനൊരു റീല് ചെയ്ത് പോകുന്നൊരു വ്യക്തിയാണ്. അല്ലാതെ ഞാൻ ആരെയും പറ്റിയിട്ട് വന്ന് എന്തെങ്കിലും കുറ്റം പറയാനോ അല്ലെങ്കിൽ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എടുത്ത് സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കെതിരെ ഒരു ഇത് തന്നെ. പിന്നെ ഇപ്പോൾ ഇത് ആദ്യമായിട്ടൊന്നും അല്ല, ഇതിന് മുന്നേ ഞാൻ പലർക്കെതിരെയും ഡിഫമേഷന് കേസ് കൊടുത്തിട്ടുണ്ട്. എനിക്കത് വേണ്ട നീതി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ അത് പറയാനുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വീഡിയോ ഒക്കെ ചെയ്യാനുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അവയർനെസ് പോലെ തന്നെ കൊടുക്കാനായിരുന്നു. അതായത് നമുക്കിങ്ങനെ സ്ത്രീകൾക്കെതിരെ ഇങ്ങനെ ഉണ്ടാവുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്കത്, സ്ത്രീകളെന്ന് ഞാൻ എടുത്തു പറയുന്നില്ല, പുരുഷന്മാർക്കെതിരെ ഉണ്ടാവുന്നുണ്ട് ഇങ്ങനെ ഈ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നീതി കിട്ടും. നിങ്ങൾ പോവാണ്ടിരിക്കരുത്. ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും, ചിലപ്പോൾ പെട്ടെന്നാവും. അത് ഓരോ കേസിൻ്റെ ഇതനുസരിച്ചിരിക്കും അതിൻ്റെ ആ ഒരു ഇത്. അപ്പോൾ എനിക്കത് പെട്ടെന്ന് കിട്ടി, ഞാനത് വന്നിട്ട് പറഞ്ഞു. പിന്നെ ആ വീഡിയോ എന്തായിരുന്നെന്നോ അത് ആരായിരുന്നെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. കാര്യം അത് ഞാൻ എൻ്റെ റീലിൽ ഞാനത് പറഞ്ഞിട്ടില്ല. അതെൻ്റെ ക്വാളിറ്റിയാണ്. ഇപ്പോൾ നമ്മൾ ലീഗലി ഒരു ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ അത് ലീഗലി തീർക്കണം. അല്ലാതെ അത് സോഷ്യൽ മീഡിയയിൽ വന്ന് ആ വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്യാനോ ഇപ്പം എന്നെ ചെയ്തതുപോലെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലീഗലി അവർ മൂവ് ചെയ്യണം അല്ലേ? പിന്നെ കോടതിയാണ് തീരുമാനിക്കേണ്ടത് ആ വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പം ഞാൻ ആ വ്യക്തി ആരാണെന്നോ ആ വ്യക്തി എവിടെ നിന്നാണെന്നോ എന്താണെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അത് പറയത്തതുമില്ല. മീൻസ് അത് ലീഗലി ഉള്ള സൈഡാണ്, അതങ്ങനെ പൊക്കോട്ടെ.
അപ്പോൾ ഞാനതൊരു അവയർനെസ്സിന് വേണ്ടി ചെയ്തതാണ്, അല്ലാതെ എനിക്ക് റീച്ച് കിട്ടാനോ ഒന്നിനു വേണ്ടിയിട്ട് ചെയ്തതല്ല, അവയർനെസ്. അതായത് ഇപ്പം നമ്മൾ 3-4 മാസം മുന്നേ ഒരു വലിയൊരു കേസ് കേരളത്തിൽ നടന്നായിരുന്നു. അതായത് ഒരു പുരുഷന് എതിരെ ഒരു സ്ത്രീ, ആ പുരുഷൻ മിസ്ബിഹേവ് ചെയ്തു, ബസ്സിൽ വെച്ചിട്ട് മിസ്ബിഹേവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തു പബ്ലിക്കലി. അന്ന് ഈ കേരള സമൂഹം മുഴുവൻ ആ സ്ത്രീയെ കുറ്റപ്പെടുത്തി. അതായത് നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഒരാളിൽ നിന്നുണ്ടായാൽ നിങ്ങൾ ലീഗലി മൂവ് ചെയ്യുക, നിങ്ങൾ എന്തിനാ ആ വ്യക്തിയെ പബ്ലിക്കലി കൊണ്ടിട്ട് അയാളെ എന്തിന് വ്യക്തിഹത്യ ചെയ്തു എന്നൊരു ചോദ്യം വന്നിരുന്നു. അപ്പോൾ ആ സെയിം കേസ് തന്നെ എൻ്റെ കാര്യത്തിൽ ഇപ്പം ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തെങ്കിൽ ഈ ആൾക്കാർ എന്തുകൊണ്ടത് പറയുന്നില്ല, നിങ്ങൾ എന്തുകൊണ്ട് ലീഗലി മൂവ് ചെയ്യാതെ അശ്വിനിക്കെതിരെ ഇത്രയും വീഡിയോസ്, അതും അലിഗേഷൻസ് ആണ്, ഒന്നും വ്യക്തമായ പ്രൂഫില്ലാതെ അവർ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു, അവർ പൈസ കൊടുത്തു കഴിഞ്ഞാൽ എന്തും തുറന്നു കാണിക്കും, അങ്ങനെയുള്ള ക്യാപ്ഷൻസ്, പിന്നെ അതുപോലെ നാളെ അറസ്റ്റിലാണ്. അപ്പോൾ ഇതെല്ലാം ഇല്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ എന്തിനങ്ങനെ ചെയ്ത്, ഇനി ഇൻ കേസ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ലീഗലി മൂവ് ചെയ്യണമെന്ന്. അന്ന് ആ സപ്പോർട്ട് ചെയ്ത വ്യക്തികളൊന്നും ഇന്ന് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ കണ്ടില്ല. അപ്പോൾ ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി പോലെ ഫീൽ ചെയ്യുന്ന കേരളത്തിലുള്ള ആൾക്കാരുടെ സ്വഭാവം. അല്ല, അത് സത്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ സംസാരിച്ച് തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞത് ആ റോസ്റ്റ് ചെയ്ത വ്യക്തി ആരാണെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. അതെന്തായാലും ഒരു പുരുഷനായിരിക്കും, പക്ഷെ അത് ഞങ്ങൾക്കറിയില്ല. ഇപ്പം അറിയാമായിരുന്നെങ്കിലോ ആ പുള്ളിക്കാരനെ ആരും പൂവിട്ട് പൂജിക്കാനൊന്നും പോകത്തില്ല. എന്താണേലും പുള്ളിക്കാരനെയും ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ കമന്റ് ചെയ്യാൻ ബുള്ളിയും ചെയ്യുകയോ ഒക്കെ തന്നെ ചെയ്തോളൂ. അതിന് പോലും അശ്വിനി ഇട്ട് കൊടുത്തിട്ടില്ല എന്നുള്ളത് ഓക്കെ. അതെ, എനിക്കെതിരെ വന്ന ഒരു, അതായത് എന്നെ ദ്രോഹിച്ചൊരു വ്യക്തിയാണ്, എന്നിട്ട് പോലും ഞാൻ അയാളുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. അതെൻ്റെ ക്വാളിറ്റി. പക്ഷേ എനിക്കെതിരെ വീഡിയോ ചെയ്ത ആൾക്കാർക്ക് ആ ക്വാളിറ്റി ഇല്ല, അത്രേ ഉള്ളൂ. നിനക്കിങ്ങനെ കുറേ സബ്സ്ക്രിപ്ഷൻസ് അല്ലെങ്കിൽ ഈ ഫോളോവേഴ്സ് ഒക്കെ പെട്ടെന്ന് വന്നപ്പോഴത്തേക്കും ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അപ്പോൾ ഒരു ഷോക്കിംഗ് വന്നായിരുന്നു കുറേ ഇങ്ങനെ പെട്ടെന്ന് വന്നപ്പോൾ? എങ്ങനെ സബ്സ്ക്രിപ്ഷൻ സബ്സ്ക്രിപ്ഷൻ മീൻസ് ഇൻസ്റ്റ എടുക്കുന്നു, നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വരുന്നു, അപ്പൊ നീ ഓക്കെ ഞാൻ റീച്ചായി ക്ലിക്കായി എന്നൊരു തോന്നൽ വന്നു? ഇല്ല, അങ്ങനെ തോന്നാനുള്ളൊരു സമയം എനിക്ക് കിട്ടിയില്ല. കാര്യം ഞാൻ ഇതിലങ്ങ് എൻഗേജ്ഡ് ആയിപ്പോയി. ഞാൻ ഇതിന് കമന്റിന് ഇപ്പൊ ഞാൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ റീൽ അപ്ലോഡ് ചെയ്യും, അതിനുശേഷം ഒരു 2 മണിക്കൂർ അതിനകത്ത് തന്നെ ഇരിക്കും ഇവർക്ക് കമൻസിന് റിപ്ലൈ കൊടുക്കാനായിട്ട്. അപ്പം കുറേ പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താ ആളെ വെച്ച് ചെയ്യിക്കുന്നതാണോ, എങ്ങനെയാണ് ഇങ്ങനെ ഇത്രയും ആൾക്കാർക്ക്? അപ്പം ഞാനതിൽ ഇപ്പം നോർമലി പലരും റീൽ ഇട്ടിട്ട് പോകുന്ന കണക്കല്ല, ഞാൻ റീൽ ഇട്ടിട്ട് ഞാൻ അതിലിരിക്കും. എന്നിട്ട് ഒരു 2 hours ഒക്കെ അവരുടെ കോമൻസിന് റിപ്ലൈ കൊടുത്ത്, അവർക്ക് എനിക്ക് വരുന്ന DMസിന് റിപ്ലൈ കൊടുത്ത്, അങ്ങനെ ഞാൻ ടൈം സ്പെൻഡ് ചെയ്യും. പിന്നെ ഈ റീൽ എടുക്കാനുള്ള സമയം, പിന്നെ അത് എഡിറ്റ് ചെയ്യാനുള്ള സമയം, അപ്പോൾ ഇത്രയും ഒരു ഹാർഡ് വർക്ക് ഇതിൻ്റെ പിന്നിലുണ്ട്. പലരും പറയുന്നത് വെറുതെ കാശുണ്ടാക്കി എന്നാണ്. വെറുതെ അല്ല, ഞാനൊരു ഡെയിലി ഒരു 8 hours ഇതിന് വേണ്ടിയിട്ട് ചിലവാക്കുന്നുണ്ട്. റീൽ എടുക്കാൻ പോകണം, ലൊക്കേഷൻ കണ്ടുപിടിക്കണം, പിന്നെ എഡിറ്റ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള മ്യൂസിക് അത് സെറ്റ് ചെയ്യണം, പിന്നെ ഈ പറയുന്ന കണക്ക് കോമൻസിന് റിപ്ലൈ, സെൽഫായിട്ട്. ഇത് സമയം ഉണ്ടെങ്കിൽ നമുക്ക് സെൽഫായിട്ട് ചെയ്യാമല്ലോ. എഡിറ്റിംഗ് ഒക്കെ അതിനകത്താ ചെയ്യുന്നേ? ഞാൻ VN-ല്ല. ഓക്കെ. അല്ല, ഞാൻ പറഞ്ഞ പ്രൊഫഷണൽ ആയിട്ട് തന്നെ അതെല്ലാം ചെയ്യുന്നുണ്ട് എന്നുള്ളത്. പ്രൊഫഷണൽ ആണെന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം എനിക്ക് എഡിറ്റിംഗ് ഒക്കെ പണ്ടോട്ടേ ഇഷ്ടമായിരുന്നു. കാര്യം പണ്ടോട്ടേ ഞാൻ എൻ്റെ വീഡിയോസ് എടുത്ത് സ്വന്തമായിട്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്തൊക്കെ അങ്ങനെ ഇടുന്നൊരു വ്യക്തിയായിരുന്നല്ലോ. അപ്പം ഒരുവിധം അറിയാം, പ്രൊഫഷണൽ ഒന്നും അല്ല. പ്രൊഫഷണലായിട്ടൊന്നും ചെയ്യാൻ അത്ര എന്താ പറയണ്ടത്, മെനക്കെടാൻ ഒട്ടും ഇൻട്രസ്റ്റ് ഉള്ള ആളല്ല. ഇത്രയും മെനക്കെടാൻ പറ്റുന്നത് തന്നെ ഭയങ്കര. അല്ലെ, ഈ ഇൻസ്റ്റഗ്രാം എന്നല്ല, ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അത് വെറുതെ അല്ലാതെ പ്രൊഫഷണൽ ആയിട്ട് കാണുമ്പോൾ നമ്മൾ ഇത് കണക്ക് ടൈം സ്പെൻഡ് ചെയ്താലേ എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റും എന്നുള്ളതൊരു സത്യമാണ്. അത് അശ്വിനി ഇപ്പൊ ഈ ഇട്ട കോണ്ടന്റ് ഇതിപ്പോ ആരിട്ടാലും കേറുമല്ലോ എന്ന് പറയുന്നത് അപ്പോൾ സത്യമല്ല അല്ലേ? അല്ലല്ല, ഇതിനകത്തിരിക്കണം, പിന്നെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യണം. അതാണ് അതിന്റെ ഒരു കീ. 399 രൂപ കൊടുത്ത് എന്താണ് ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ കാണുന്നേ? അപ്പം നീ ഓക്കെ വയലിൽ പർപ്പിളായി, നീ ഭയങ്കര റീച്ചായി, സംഭവമൊക്കെ ആയി. പക്ഷേ ഈ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നിന്നെ കുറിച്ചൊരു അറിവില്ല. സബ്സ്ക്രിപ്ഷനൊക്കെ ഇപ്പം വന്നാണല്ലോ, അതിന് മുന്നേ ഒരു ലൈഫ് ഉണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് ബൈറ്റ് ചോദിച്ചപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, അറിയാമോ